TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സുവോളജി ഹ്യൂമൻ ഫിസിയോളജി എന്ന യൂണിറ്റിലെ ലോക്കമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ ഒന്നാമത്തെ ഭാഗം വീഡിയോയാണിത്. ലോക്കമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കുവാനുള്ളത് നമ്മുടെ മസ്കുലാർ സിസ്റ്റത്തിനെ കുറിച്ചും മസിൽസിനെ കുറിച്ചും സ്കെലിറ്റൽ സിസ്റ്റത്തിനെ കുറിച്ചും ബോൺസിനെ കുറിച്ചുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കുവാനുള്ളത്. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ലോക്കമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്നാണ്. ലോക്കമോഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സഞ്ചാരം എന്നാണ്, അഥവാ ചലനം എന്നാണ്. മൂവ്മെൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥമോ അതും ചലനം എന്നാണ്. ലോക്കമോഷൻ എന്നുള്ള വാക്കും മൂവ്മെൻറ്റ് എന്നുള്ള വാക്കും ഏകദേശം നമ്മൾ ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. എങ്കിലും ബയോളജിക്കലി നമ്മളതിനെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ദർ ഈസ് സം ഡിഫറൻസസ് ബിറ്റ്വീൻ ലോക്കമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്. അപ്പോൾ എന്താണ് ലോക്കമോഷനും മൂവ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോക്കമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്? നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ആദ്യമായിട്ട് എന്താണ് മൂവ്മെൻറ്റ് എന്ന് നോക്കാം. മൂവ്മെൻറ്റ് ഈസ് വൺ ഓഫ് ദ സിഗ്നിഫിക്കൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ലിവിങ് ബീങ്സ്. എല്ലാ ലിവിങ് ഓർഗാനിസംസും മൂവ് ചെയ്യുന്നുണ്ട്. അത് പ്ലാന്റ്സ് ആയിക്കോട്ടെ, അനിമൽസ് ആയിക്കോട്ടെ, മൈക്രോ ഓർഗാനിസംസ് ആയിക്കോട്ടെ, ഏത് ഓർഗാനിസംസ് ആയാലും അത് മൂവ്മെൻറ്റ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് എക്സിബിറ്റ് എ വൈഡ് റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്സ്. പല രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്ട്രീമിംഗ് ഓഫ് പ്രോട്ടോപ്ലാസം ഇൻ ദ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ലൈക്ക് അമീബ ഈസ് എ സിമ്പിൾ ഫോം ഓഫ് മൂവ്മെൻറ്റ്. സ്ട്രീമിംഗ് ഓഫ് പ്രോട്ടോപ്ലാസം അതിൻ്റെ ഒഴുക്ക്, സ്ട്രീം ചെയ്യുക. അമീബയെ സംബന്ധിച്ച് അവയുടെ സഞ്ചാര അവയവം എന്ന് വിളിക്കുന്നത് നമ്മൾ സീഡോപോഡിയ എന്ന് വിളിക്കുന്ന പാർട്ടാണ്. കപടപാദങ്ങൾ അഥവാ സീഡോപോഡിയ എന്ന് വിളിക്കുന്ന പാർട്ടാണ് അമീബയെ സംബന്ധിച്ചിടത്തോളം അവയുടെ ലോക്കോമോട്ടറി ഓർഗൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീഡോപോഡിയ ഫോം ചെയ്യുന്നത് പ്രോട്ടോപ്ലാസം ഒരു വശത്തു നിന്ന് ഒഴുകി മറ്റൊരു വശത്തേക്ക് ഇങ്ങനെ എത്തുന്നത് വഴിയാണ്. സ്ട്രീമിംഗ് ഓഫ് പ്രോട്ടോപ്ലാസമാണ്. അപ്പോൾ അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ് സ്ട്രീമിംഗ് ഓഫ് പ്രോട്ടോപ്ലാസം ഇൻ ദ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ലൈക്ക് അമീബ ഈസ് എ സിമ്പിൾ ഫോം ഓഫ് മൂവ്മെൻറ്റ്. ഇനി മൂവ്മെൻറ്റ് ഓഫ് സീലിയ, ഫ്ലാജെല്ല, ടെൻഡക്കിൾസ്. അപ്പോൾ ഈ വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സീലിയ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. പാരമീസിയം പോലെയുള്ള ഓർഗാനിസംസിൻ്റെ ലോക്കോമോട്ടറി ഓർഗനാണ്. അതിൻ്റെ ശരീരത്തിൽ മൈന്യൂട്ട് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇങ്ങനെ സറൗണ്ട് ചെയ്ത് കാണും. അതിനെ വിളിക്കുന്ന പേരാണ് സീലിയ. അതുപോലെ തന്നെ യുഗ്ലീന പോലെയുള്ള ജീവികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സഞ്ചാരത്തിന് സഹായിക്കുന്ന പാർട്ടാണ് ഫ്ലജെല്ലം എന്ന് പറയുന്ന പാർട്ട്. ഹൈഡ്രയെ പോലെയുള്ള ജീവികൾക്ക് ടെൻഡക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇവയെല്ലാം ഓർഗാനിസംസിന് മൂവ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട്. ഇനി മനുഷ്യരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യർക്ക് കൈകാലുകൾ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മുടെ കീഴ്ത്താടി മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കണ്ണുകളിലെ കൺപോളകൾ, കൺപീലികൾ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നാവ് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പല പാർട്ടുകളും നമ്മുടെ ശരീരത്തിലുള്ള പല പാർട്ടുകളും മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇനി എന്താണ് ലോക്കമോഷൻ എന്ന് പറഞ്ഞാലോ? ഇനി പാരമീസിയത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നേരത്തെ പറഞ്ഞു സീലിയ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പാർട്ടാണ് സീലിയ. അതുപോലെ തന്നെ ഈ സീലിയയെ സംബന്ധിച്ച് പറയുമ്പോൾ പാരമീസിയത്തിൻ്റെ ബോഡിയെ മൊത്തം കവർ ചെയ്തുകൊണ്ട് കാണുന്ന മൈന്യൂട്ടായിട്ടുള്ള ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സാണ് സീലിയ. പാരമീസിയം അകത്തേക്ക് ഫുഡ് എടുക്കുന്ന പാർട്ട്, ഫുഡ് അതിൻ്റെ ബോഡിക്ക് അകത്തേക്ക് കടക്കുന്ന ഒരു പാർട്ടാണ് സൈറ്റോഫാരിങ്സ് എന്ന് പറയുന്ന പാർട്ട്. ഈ സൈറ്റോഫാരിങ്സിൻ്റെ അകവശവും സീലിയ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് ഇതിന് അകത്തുകൂടെ ബോഡിക്ക് അകത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ സീലിയയുടെ മൂവ്മെൻറ്റ് വേണം. സീലിയയെ സംബന്ധിച്ച് പറയുമ്പോൾ സീലിയ പാരമീസിയത്തിൽ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻ പാരമീസിയം സീലിയ ഹെൽപ്സ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ഫുഡ് ത്രൂ സൈറ്റോഫാരിങ്സ് ആൻഡ് ഇൻ ലോക്കമോഷൻ ആസ് വെൽ. സീലിയ ഫുഡ് ഗ്യാദർ ചെയ്യാനും സഹായിക്കുന്നു, അതുപോലെ തന്നെ ലോക്കമോഷനും സഹായിക്കുന്നുണ്ട്. ഹൈഡ്രയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹൈഡ്രയുടെ ലോക്കോമോട്ടറി ഓർഗനാണ് ടെൻഡക്കിൾസ്. ഈ ടെൻഡക്കിൾസ് ഉപയോഗിച്ച് തന്നെയാണ് ഹൈഡ്ര ഇര പിടിക്കുന്നത്.
പ്രേ ക്യാപ്ചർ ചെയ്യുന്നത്. ഹൈഡ്ര ക്യാൻ യൂസ് ഇറ്റ്സ് ടെൻറ്റക്കിൾസ് ഫോർ ക്യാപ്ചറിങ് ഇറ്റ്സ് പ്രേ ആൻഡ് ആൾസോ യൂസ് ദം ഫോർ ലോക്കോമോഷൻ. ലോക്കോമോഷനും അതുപോലെ തന്നെ ഫുഡ് ക്യാപ്ചറിങ്ങിനും അതിൻ്റെ ടെൻറ്റക്കിൾസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന് ചോദിച്ചാൽ, മോഷൻ ഓഫ് പാർട്ട് ഓഫ് ദ ബോഡി ഈസ് നോൺ ആസ് മൂവ്മെന്റ്. മൂവ്മെന്റ് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, ഒരു പാർട്ട് ചലിപ്പിക്കുന്നതിനെ നമുക്ക് മൂവ്മെന്റ് എന്ന് പറയും. എന്നാൽ മൂവ്മെന്റ് ഓഫ് ഹോൾ ബോഡി ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഈസ് ലോക്കോമോഷൻ. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പൂർണ്ണമായിട്ടും ഒരു ഓർഗാനിസം മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ലോക്കോമോഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ലോക്കോമോഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് മൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന് നമുക്ക് ലോക്കോമോഷൻ എന്ന് വിളിക്കാം. ശരീരത്തിൻ്റെ ഒരു പാർട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ മൂവ്മെന്റ് എന്ന് പറയാം. വാക്കിംഗ്, റണ്ണിങ്, ക്ലൈംബിംഗ്, ഫ്ലൈയിങ്, സ്വിമ്മിങ് ആർ ആൾ സം ഓഫ് ദ ലോക്കോമോട്ടറി മൂവ്മെന്റ്സ്. നടക്കുന്നതും ഓടുന്നതും ചാടുന്നതും പറക്കുന്നതും നീന്തുന്നതും എല്ലാം എന്താണ്? ലോക്കോമോട്ടറി മൂവ്മെന്റ്സ് ആണ്. ലോക്കോമോഷൻ ഈസ് ദ വോളണ്ടറി മൂവ്മെന്റ്സ് റിസൾട്ടിങ് ഇൻ എ ചേഞ്ച് ഇൻ ലൊക്കേഷൻ. നമ്മുടെ സ്വന്തം ആഗ്രഹപ്രകാരം നമ്മൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുന്നതിനെയാണ് നമ്മൾ ലോക്കോമോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ ലൊക്കേഷൻ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. അതായത് ഓൾ ലോക്കോമോഷൻസ് ആർ മൂവ്മെന്റ്സ്. എല്ലാ ലോക്കോമോഷൻസും മൂവ്മെന്റ്സ് ആണ്. പക്ഷേ ആൾ മൂവ്മെന്റ്സ് ആർ നോട്ട് ലോക്കോമോഷൻസ്. എല്ലാ മൂവ്മെന്റ്സും ലോക്കോമോഷൻസ് അല്ല. കാരണം നമ്മുടെ ശരീരം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെടുകയാണെങ്കിൽ അതിനെ നമുക്ക് ലോക്കോമോഷൻ എന്ന് വിളിക്കാം. എന്നാൽ ശരീരത്തിൻ്റെ ഒരു പാർട്ട് മാത്രം, ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ചലിപ്പിക്കുന്നതിനെയാണ് നമ്മളതിനെ മൂവ്മെന്റ് എന്ന് വിളിക്കുക. So, all locomotions are movements, but all movements are not locomotions. ഇനി നമ്മുടെ ശരീരം ഏതൊക്കെ ടൈപ്പ് മൂവ്മെന്റ്സ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്? സെൽസ് ഓഫ് ദ ഹ്യൂമൻ ബോഡി എക്സിബിറ്റ് 3 മെയിൻ ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സ്. മനുഷ്യ ശരീരം പ്രധാനമായിട്ടും 3 രീതിയിൽ ചലിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. 3 രീതിയിലുള്ള ചലനം നമുക്ക് നമ്മുടെ ശരീരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് അമീബോയിഡ് മൂവ്മെന്റ്, 2 സീലിയറി മൂവ്മെന്റ്, 3 മസ്കുലാർ മൂവ്മെന്റ്. നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും 3 രീതിയിലുള്ള ചലനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അമീബോയിഡ് മൂവ്മെന്റ്, സീലിയറി മൂവ്മെന്റ്, മസ്കുലാർ മൂവ്മെന്റ്. ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് അമീബോയിഡ് മൂവ്മെന്റ്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ അമീബ ലൈക്ക് മൂവ്മെന്റ് ഈസ് നോൺ ആസ് അമീബോയിഡ് മൂവ്മെന്റ്. അമീബ സഞ്ചരിക്കുന്നത് പോലെ ഉള്ള സഞ്ചാരം അല്ലെങ്കിൽ ചലനം, അതിനെയാണ് അമീബോയിഡ് മൂവ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അമീബ എങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞു. സ്ട്രീമിംഗ് ഓഫ് പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഒഴുകി മാറുന്നത് വഴിയാണ് അമീബ മൂവ് ചെയ്യുന്നത്. അപ്പം അതിന് സഹായിക്കുന്ന പാർട്ടാണ് സീഡോപോഡിയം എന്ന് വിളിക്കുന്നത്, കപടപാദങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രോട്ടോപ്ലാസം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഒഴുകിയെത്തി സീഡോപോഡിയ ഫോം ചെയ്യുമ്പോഴാണ് അമീബ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെടുന്നത്. ഇറ്റ് ഈസ് എഫക്റ്റഡ് ബൈ സീഡോപോഡിയ ഫോംഡ് ബൈ ദ സ്ട്രീമിംഗ് ഓഫ് പ്രോട്ടോപ്ലാസം ആസ് ഇൻ അമീബ. അതിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് അമീബ ലൈക്ക് മൂവ്മെന്റ്സ്. അമീബോയിഡ് മൂവ്മെന്റ്സ് നമ്മുടെ ശരീരത്തിൽ പല സെൽസുകളും കാണിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ഫാഗോസൈറ്റോസിസ് ബൈ ലൂക്കോസൈറ്റ്സ്. ഇപ്പോൾ ലൂക്കോസൈറ്റ്സ് എന്ന് പറയുന്ന WBCs ആണ്. ഇപ്പോൾ WBCs രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന സെല്ലുകളാണ് WBCs. WBCs ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യപ്പെടുന്നത് അത് ഈ ഒരു അമീബോയിഡ് മൂവ്മെന്റ് ആണ്. നമുക്ക് ഈ കാണുന്ന വീഡിയോയിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പ്രോട്ടോപ്ലാസം ഇങ്ങനെ മൂവ് ചെയ്തു പോകുന്നത് കാരണമാണ് അത് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെടുന്നതും അതിന് ബാക്ടീരിയയും മറ്റുമൊക്കെ വിഴുങ്ങി നശിപ്പിക്കാൻ സാധിക്കുന്നതും. മൈഗ്രേഷൻ ഓഫ് മാക്രോഫേജസ് ത്രൂ ടിഷ്യൂസിൽ കൂടെയുള്ള മൈഗ്രേഷൻ ഓഫ് മാക്രോഫേജസ് എന്ന് പറയുന്നത് ഫാഗോസൈറ്റോസിസ് നടക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് WBCസിനെ വിളിക്കുന്ന പേരാണ് മാക്രോഫേജസ്. അപ്പോൾ മാക്രോഫേജസിൻ്റെ മൂവ്മെൻറ്റും അമീബോയിഡ് മൂവ്മെൻ്റ് ആണ്. അമീബോയിഡ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമീബയെ പോലെ പ്രോട്ടോപ്ലാസം സ്ട്രീം ചെയ്തിട്ട് ഒരു സെല്ല് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നതാണ് അമീബോയിഡ് മൂവ്മെൻറ്റ്.
അതിന് എക്സാമ്പിളാണ് ലൂക്കോസൈറ്റ്സ് ഫാഗോസൈറ്റോസിസ് എന്ന പ്രോസസ്സിന് വിധേയമാകുന്നത്. അതായത് ഫാഗോസൈറ്റോസിസ് എന്ന പ്രോസസ്സ് നടത്തുന്നത്, അതായത് രോഗാണുക്കളെ ലൂക്കോസൈറ്റ്സ് വിഴുങ്ങി നശിപ്പിക്കുന്നത് അമീബോയിഡ് മൂവ്മെൻറ്റ് വഴിയാണ്. അതുപോലെ മാക്രോഫേജസ് ടിഷ്യൂസിനിടയിൽ കൂടെ, സെൽസിനിടയിൽ കൂടെ മൂവ് ചെയ്ത് പോകുന്നതും അമീബോയിഡ് മൂവ്മെൻ്റ് ആണ്. നമ്മുടെ ശരീരം അമീബോയിഡ് മൂവ്മെൻറ്റ് എക്സിബിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിളാണ് ഈ രണ്ട് കാര്യങ്ങൾ. ഇനി നമ്മുടെ ശരീരം സീലിയറി മൂവ്മെൻറ്റ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. സീലിയറി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാരമീസിയം ഒക്കെ സഞ്ചരിക്കുന്ന, അതായത് സീലിയ ഉപയോഗിച്ചാണ്. മൂവ്മെൻറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സീലിയ ഈസ് നോൺ ആസ് സീലിയറി മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പല പാർട്ടുകളിലും ഇത്തരം സീലിയറി മൂവ്മെൻറ്റ്സുകൾ കാണാറുണ്ട്. Ciliary movement occurs in most of our internal tubular organs which are lined by ciliated epithelium. നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. എപ്പിത്തീലിയൽ സെൽസിൻ്റെ പുറത്ത് സീലിയ കൊണ്ടുള്ള കവറിംഗ് ഉണ്ടെങ്കിൽ അത്തരം എപ്പിത്തീലിയൽ സെൽസിനെ വിളിക്കുന്ന പേരാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. ഇത് എവിടെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്നർ ലൈനിങ് ഓഫ് ട്രാക്കിയ, നമ്മുടെ ശ്വസനത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ട്രാക്കിയ. ലങ്സിനകത്തേക്ക് എയർ കൊണ്ടുപോകുന്ന ഒരു പാത്താണ് ട്രാക്കിയ. അപ്പോൾ ട്രാക്കിയയുടെ അകവശത്ത് മൈന്യൂട്ടായിട്ടുള്ള ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്, സീലിയ ഉണ്ട്. ഈ സീലിയ എന്ത് ചെയ്യുന്നുണ്ട്? ദ കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ് ഓഫ് സീലിയ ഇൻ ദ ട്രാക്കിയ ഹെൽപ്പ് us ഇൻ റിമൂവിങ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്. നമ്മൾ അകത്തേക്ക് എടുക്കുന്ന എയറിൽ, ഇൻഹെയിൽ ചെയ്യുന്ന എയറിൽ എന്തുണ്ടാകും? ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാകും. അതുപോലെ ഫോറിൻ സബ്സ്റ്റൻസസ് ഒക്കെ ഉണ്ടാകാം. അപ്പം അതിനെ ഫിൽറ്റർ ചെയ്ത് മാറ്റാൻ സഹായിക്കുന്ന ഒരു പാർട്ടാണ് സീലിയ. അപ്പോൾ ആ സീലിയയുടെ മൂവ്മെൻറ്റ്സ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നർ ലൈനിങ് ഓഫ് ട്രാക്കിയയിൽ സീലിയയുടെ മൂവ്മെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ സീലിയറി മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്ന മറ്റൊരു പാർട്ടാണ് പാസേജ് ഓഫ് ഓവ ത്രൂ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. ഓവത്തിൻ്റെ മൂവ്മെൻറ്റ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ കൂടെയുള്ള ഓവത്തിൻ്റെ മൂവ്മെൻറ്റ്. ഫീമെയിൽസിൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവറിയിലാണ്. ഓവറിയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവം അടുത്ത് ഓവി ഡക്റ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു പാർട്ടിലേക്ക് കടക്കും. ഈ പാർട്ടിനകത്ത്, ഇതിനകവശവും ഇവിടെ സീലിയേറ്റഡ് എപ്പിത്തീലിയം കൊണ്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. ഈ ഓവം ഓവി ഡക്റ്റിൽ നിന്നും യൂട്രസിനകത്തേക്ക് മൂവ് ചെയ്യുന്നത് ഈ സീലിയയുടെ സഹായത്താലാണ്. സീലിയറി മൂവ്മെൻറ്റിൻ്റെ സഹായത്താലാണ് ഓവം ഓവി ഡക്റ്റിനകത്തുകൂടെ യൂട്രസിനകത്തേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പം സീലിയറി മൂവ്മെൻറ്റും നമ്മുടെ ശരീരം എക്സിബിറ്റ് ചെയ്യുന്ന ഒരു മൂവ്മെൻ്റ് ആണ് സീലിയറി മൂവ്മെൻറ്റ്. ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്, ട്രാക്കിയക്കകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓവി ഡക്റ്റിനകത്ത് പാസേജ് ഓഫ് ഓവ ത്രൂ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ ദ സീലിയറി മൂവ്മെൻറ്റ്. ഇനി മസ്കുലാർ മൂവ്മെൻ്റ് ആണ് അടുത്ത ടൈപ്പ് മൂവ്മെൻറ്റ്. മൂവ്മെൻറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മസിൽസ്. നമ്മുടെ ശരീരത്തിൽ ധാരാളം മസിൽസ് ഉണ്ട്. ഈ മസിൽസുകളുടെ സഹായത്താലാണ് പ്രധാനമായിട്ടും നമുക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ചലിക്കാൻ സാധിക്കുന്നത്. മൂവ്മെൻറ്റ് ഓഫ് ലിംസ്, കൈകാലുകളുടെ മൂവ്മെൻറ്റ്, ടങ്ങിൻ്റെ മൂവ്മെൻറ്റ്, ജായുടെ മൂവ്മെൻറ്റ്, ഇതെല്ലാം മസിൽസിൻ്റെ ഹെൽപ്പ് കൊണ്ട് നടക്കുന്ന മൂവ്മെൻ്റ് ആണ്. അപ്പം മസ്കുലാർ മൂവ്മെൻറ്റ് നമ്മുടെ ശരീരം എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. സീലിയറി മൂവ്മെൻറ്റ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അമീബോയിഡ് മൂവ്മെൻറ്റ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് എക്സിബിറ്റഡ് ബൈ അവർ ബോഡി. വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ഹ്യൂമൻ മസ്കുലാർ സിസ്റ്റം. നമ്മുടെ മസിൽ സിസ്റ്റത്തിനെ കുറിച്ച് ഇനി നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് മസിൽസ് വിച്ച് ആർ മീസോഡെർമൽ ഇൻ ഒറിജിൻ. എന്താണ് മീസോഡെർം? നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ്. 3 എംബ്രിയോണിക് ലേയേഴ്സ് ഉണ്ട്, എക്ടോഡെം, എൻഡോഡെം, മീസോഡെം. അതിൽ മീസോഡേം എന്ന് പറയുന്ന എംബ്രിയോണിക് ലെയറിൽ നിന്നാണ് മസിൽസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. മസിൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് 40 to 50% ഓഫ് ദ ബോഡി വെയ്റ്റ്. നമ്മുടെ ശരീരഭാരത്തിൻ്റെ
40 മുതൽ 50% വരെ ഭാരം മസിൽസിൻ്റെ ഭാരമാണ്. നമ്മുടെ ബോഡി വെയ്റ്റ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിൽ മസിൽസിൻ്റെ മാത്രം ഭാരം എന്ന് പറയുന്നത് 40 to 50% വെയ്റ്റ് വരും. മസിൽസ് ഹാവ് എക്സൈറ്റബിലിറ്റി. മസിൽസിനെ നമുക്ക് എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അത് റെസ്പോണ്ട് ചെയ്യും. കോൺട്രാക്റ്റിലിറ്റി ഉണ്ട്, അതിന് കോൺട്രാക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ചുരുങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എക്സ്റ്റെൻസിബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇലാസ്റ്റിസിറ്റി ഉണ്ട്, എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് പഴയ അവസ്ഥയിലേക്ക് വരും. അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. മസിൽസ് ഹാവ് എക്സൈറ്റബിലിറ്റി, കോൺട്രാക്റ്റിലിറ്റി, എക്സ്റ്റെൻസിബിലിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി. ടൈപ്സ് ഓഫ് മസിൽസ്. ഏതൊക്കെ ടൈപ്സ് മസിൽസ് ഉണ്ട്? ഇത് നമ്മൾ ആൾറെഡി നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്ന ചാപ്റ്ററിൽ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് മസിൽസിനെ കുറിച്ച് പഠിച്ചതാണ്. എന്നാലും നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ബേസ്ഡ് ഓൺ ലൊക്കേഷൻ, മസിൽസ് ആർ ഓഫ് 3 types. ഏതൊക്കെയാണത്? സ്കെലിറ്റൽ മസിൽസ് ഓർ അതർവൈസ് സ്ട്രയേറ്റഡ് മസിൽസ് ഓർ വോളണ്ടറി മസിൽസ്, വിസറൽ മസിൽസ് ഓർ നോൺ സ്ട്രയേറ്റഡ് ഓർ സ്മൂത്ത് മസിൽസ്, കാർഡിയാക് മസിൽസ് അതർവൈസ് ഹാർട്ട് മസിൽസ്. ഇങ്ങനെ 3 ടൈപ്പ് മസിൽസ് ഉണ്ട്. സ്കെലിറ്റൽ മസിൽസ് നമ്മുടെ അസ്ഥിയുമായിട്ട് ബോണുമായിട്ട് കണക്ട് ചെയ്ത് കാണുന്ന മസിൽസാണ്. അവയെ വിളിക്കുന്ന പേരാണ് സ്കെലിറ്റൽ മസിൽസ് അല്ലെങ്കിൽ സ്ട്രയേറ്റഡ് മസിൽസ് അഥവാ വോളണ്ടറി മസിൽസ്. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ കഴിയുന്ന മസിൽസാണ്. ഇനി വിസറൽ മസിൽസ് ഇന്റേണൽ ഓർഗൻസിൽ കാണുന്ന മസിൽസാണ് വിസറൽ മസിൽസ് അഥവാ നോൺ സ്ട്രയേറ്റഡ് മസിൽസ് ഓർ അതർവൈസ് സ്മൂത്ത് മസിൽസ്. ഹാർട്ടിൽ കാണുന്ന മസിൽസാണ് കാർഡിയാക് മസിൽസ്. ഇവയുടെ പെക്യൂലിയാരിറ്റീസ് നോക്കാം. ആദ്യമായിട്ട് സ്കെലിറ്റൽ മസിൽസ് അല്ലെങ്കിൽ സ്ട്രയേറ്റഡ് മസിൽസിൻ്റെ പ്രത്യേകതകൾ നോക്കാം. Skeletal muscles are closely associated with the skeletal components of the body. നമ്മുടെ അസ്ഥിയുമായിട്ട് ബോണുകളുമായിട്ടാണ് ഇത് അസോസിയേറ്റ് ചെയ്ത് ഈ മസിൽസ് കാണുന്നത്. നമ്മളെ ഓടാനും ചാടാനും നടക്കാനും ഒക്കെ സഹായിക്കുന്ന മസിൽസ് എന്ന് പറയുന്നത് സ്കെലിറ്റൽ മസിൽസ് ആണ്. ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണുന്ന മസിൽസ് ആണ്. കയ്യിലെയും കാലിലെയും ശരീരത്തിലെയും ഒക്കെ ബോണുകളുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണുന്ന മസിൽസ് ആണ് സ്കെലിറ്റൽ മസിൽസ്. They have a striped appearance under the microscope and hence are called striated muscles. Skeletal musclesനെ striated muscles എന്ന് വിളിക്കുമെന്ന് മനസ്സിലാക്കി. അപ്പോൾ അതിന് കാരണം നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ ഈ മസിൽസിന് ചില വരകൾ കാണാൻ സാധിക്കും, സ്ട്രയേഷൻസ് കാണാൻ സാധിക്കും. ഇതുപോലത്തെ വരകൾ ഈ മസിൽസിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ മസിൽസിനെ നമ്മൾ സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് വിളിക്കുന്നത്. As their activities are under the voluntary control of the nervous system, they are known as voluntary muscles. നമുക്ക് ഒന്ന് ഓടണം, ഒന്ന് ചാടണം, നടക്കണം, നീന്തണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നാൽ മാത്രമേ നമുക്ക് ആ മസിൽസ് അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ സാധിക്കുന്നത് കൊണ്ട് ഇത്തരം മസിൽസിനെ നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നു? വോളണ്ടറി മസിൽസ് എന്ന് വിളിക്കുന്നു. Their activities are under the voluntary control of the nervous system. നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അല്ലെങ്കിൽ സ്റ്റിമുലസിനനുസരിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവയെ വോളണ്ടറി മസിൽസ് എന്ന് വിളിക്കുന്നു. They are primarily involved in locomotory actions. ലോക്കോമോഷൻസിന് ഓടാനും ചാടാനും നടക്കാനും നീന്താനും ഒക്കെ സഹായിക്കുന്നു. ആൻഡ് ചേഞ്ച് ഓഫ് ബോഡി പോസ്ചർ, ഇരിക്കാനും നിൽക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് സ്കെലിറ്റൽ മസിൽസ് ആണ്. ഇനി കാർഡിയാക് മസിൽസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹാർട്ടിലുള്ള മസിൽസാണ്. ഹൃദയപേശികളെയാണ് കാർഡിയാക് മസിൽസ് എന്ന് വിളിക്കുന്നത്. Many cardiac muscle cells assemble in a branching pattern to form a cardiac muscles. കാർഡിയാക് മസിൽ സെൽസിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവയ്ക്കൊരു ബ്രാഞ്ചിങ് പാറ്റേൺ ഉണ്ട്. ശാഖകളായിട്ട് ഇങ്ങനെ പിരിയുന്ന ഒരു രീതിയുണ്ട്. അവയെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ഇൻ്റർകാലേറ്റഡ് ഡിസ്കുകൾ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ബേസ്ഡ് ഓൺ അപ്പിയറൻസ് കാർഡിയാക് മസിൽസ് ആർ സ്ട്രയേറ്റഡ്. സ്കെലിറ്റൽ മസിൽസിനെ പോലെ തന്നെ ഈ മസിൽസിലും സ്ട്രയേഷൻസ് കാണാൻ സാധിക്കും.
They are involuntary in nature as the nervous system does not control their activities directly. അപ്പോൾ ഇവയെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ പറ്റുന്ന മസിൽസ് അല്ല കാർഡിയാക് മസിൽസ്. അതുകൊണ്ട് ഇവ ഇൻവോളണ്ടറി ആണ്. ഇനി വിസറൽ മസിൽസ് അല്ലെങ്കിൽ നോൺ സ്ട്രയേറ്റഡ് മസിൽസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിസറൽ മസിൽസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ ഇന്നർ വാൾ ഓഫ് ഹോളോ വിസറൽ ഓർഗൻസ് ഓഫ് ദ ബോഡി ലൈക്ക് ദ അലിമെന്ററി കനാൽ, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് എക്സെട്ര. നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള അവയവങ്ങളിലാണ് ഈ നോൺ സ്ട്രയേറ്റഡ് മസിൽസ് അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസ് കാണുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അലിമെന്ററി കനാലിലുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഈ പറയുന്ന നമ്മുടെ സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലും ഒക്കെ കാണുന്ന മസിൽസ് എന്ന് പറയുന്നത് സ്മൂത്ത് മസിൽസ് അല്ലെങ്കിൽ നോൺ സ്ട്രയേറ്റഡ് മസിൽസ് അല്ലെങ്കിൽ വിസറൽ മസിൽസ് ആണ്. ദേ ഡു നോട്ട് എക്സിബിറ്റ് എനി സ്ട്രയേഷൻസ് ആൻഡ് ആർ സ്മൂത്ത് ഇൻ അപ്പിയറൻസ്. ഇവയിൽ നേരത്തെ കാർഡിയാക് മസിൽസിലും അതുപോലെ സ്കെലിറ്റൽ മസിൽസിലും ഉണ്ട് എന്ന് പറഞ്ഞ സ്ട്രയേഷൻസ് ഈ മസിൽസിലില്ല, സ്മൂത്ത് മസിൽസിലില്ല. അതുകൊണ്ടാണ് ഇവയെ സ്മൂത്ത് ആയിട്ടിരിക്കുന്നത്. ഹെൻസ് ദേ ആർ കാൾഡ് സ്മൂത്ത് മസിൽസ് ഓർ നോൺ സ്ട്രയേറ്റഡ് മസിൽ. Their activities are not under the voluntary control of the nervous system and are therefore known as involuntary muscles. പിന്നെ ഇവയും എന്താണ്? ഇൻവോളണ്ടറി മസിൽസ് ആണ്. കാർഡിയാക് മസിൽസിനെ പോലെ തന്നെ ഇൻവോളണ്ടറി ആണ് സ്മൂത്ത് മസിൽസും. They assist in the transportation of food through the digestive tract. ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ കൂടെ ഫുഡ് കടന്നു പോകാൻ സഹായിക്കുന്നത് സ്മൂത്ത് മസിൽസ് ആണ്. ആൻഡ് ഗമീൻസ് ത്രൂ ദ ജനൈറ്റൽ ട്രാക്ട്. ഗമീറ്റ്സിൻ്റെ മൂവ്മെൻറ്റിന് സഹായിക്കുന്നത്, ജനൈറ്റൽ ട്രാക്റ്റിൽ ഗമീറ്റ്സിൻ്റെ മൂവ്മെൻറ്റിന് സഹായിക്കുന്നതും സ്മൂത്ത് മസിൽസ് ആണ്. ഇങ്ങനെ 3 ടൈപ്പ് മസിൽസ് ഉണ്ട്: സ്കെലിറ്റൽ മസിൽസും കാർഡിയാക് മസിൽസും വിസറൽ മസിൽസും. We can discuss about the structure of skeletal muscle. സ്കെലിറ്റൽ മസിലിൻ്റെ അൾട്രാ സ്ട്രക്ചർ നമുക്കിനി ഒന്ന് പഠിക്കാം. Each skeletal muscles in our body is made of number of muscle bundles called fascicles. നമ്മുടെ ഒരു സ്കെലിറ്റൽ മസിൽസിനെ നമ്മളിങ്ങനെ ഒരു ക്രോസ് സെക്ഷൻ നടത്തുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മസിലിനകത്ത് അനേകം ബണ്ടിൽസ് ഓഫ് സ്കെലിറ്റൽ മസിൽ ഫൈബേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. ഇതൊരു ബണ്ടിലാണ്, ഇത് മറ്റൊരു മസിൽ ബണ്ടിൽ ഫൈബറാണ്, മറ്റൊരു മസിൽ ബണ്ടിൽ. അപ്പോൾ ഇങ്ങനെ അനേകം മസിൽ ബണ്ടിൽസുകൾ ചേർന്നതാണ് ഒരു മസിൽ. ഈ ഓരോ ബണ്ടിലിനെയും വിളിക്കുന്ന ടേമാണ് ഫാസിക്കിൾ. ഈച്ച് സ്കെലിറ്റൽ മസിൽസ് ഇൻ അവർ ബോഡി ഈസ് മേഡ് ഓഫ് എ നമ്പർ ഓഫ് മസിൽ ബണ്ടിൽസ് കാൾഡ് ഫാസിക്കിൾസ്. മസിൽസിൽ ധാരാളം ബണ്ടിൽസ് ഓഫ് മസിൽസ് കാണും. ഓരോ മസിലും നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇതുപോലെയുള്ള ധാരാളം ബണ്ടിൽസുകൾ ഉണ്ടാകും. ആ ബണ്ടിൽസുകളെ വിളിക്കുന്ന ടേമാണ് ഫാസിക്കിൾ. ഓരോ ബണ്ടിലിനെയും വിളിക്കുന്ന ടേമാണ് ഫാസിക്കിൾസ്. ഫാസിക്കിൾസ് ആർ ഹെൽഡ് ടുഗദർ ബൈ കണക്റ്റീവ് ടിഷ്യൂ ലെയർ കാൾഡ് ഫാഷ്യ. ഒരു മസിൽ ബണ്ടില് മറ്റൊരു മസിൽ ബണ്ടിൽ, ഈ ബണ്ടിലിനെ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് അതിനെ പരസ്പരം പിടിച്ച് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കണക്റ്റീവ് ടിഷ്യൂ ലെയർ കാണും. അതിനെ വിളിക്കുന്ന പേരാണ് ഫാഷ്യ. ഫാസിക്കിൾസ് ആർ ഹെൽഡ് ടുഗദർ ബൈ കണക്റ്റീവ് ടിഷ്യൂ ലെയർ കാൾഡ് ഫാഷ്യ. ഈച്ച് മസിൽ ബണ്ടിൽ കണ്ടെയ്ൻസ് എ നമ്പർ ഓഫ് മസിൽ ഫൈബേഴ്സ്. ഓരോ ബണ്ടിലിനകത്തും ഇതുപോലെ ധാരാളം മസിൽ ഫൈബേഴ്സ് കാണാൻ സാധിക്കും. Each muscle fiber is lined by the plasma membrane called sarcolemma enclosing the sarcoplasm. ഓരോ മസിൽ ഫൈബറും അതിനെ ആവരണം ചെയ്തുകൊണ്ട് കാണുന്ന പ്ലാസ്മ മെംബ്രെയിൻ. ഇതൊരു മസിൽ ഫൈബറാണ്. ഈ മസിൽ ഫൈബറിനെ ആവരണം ചെയ്തുകൊണ്ട് കാണുന്ന പ്ലാസ്മ മെംബ്രെയിൻ. ഇതൊരു സെല്ലാണെന്ന് നമ്മൾ കണക്കാക്കുക. മസിൽ ഫൈബർ ഒരു വലിയ സെല്ലാണ്, നീളമുള്ള ഒരു സെല്ലാണ്. ആ സെല്ലിനെ ആവരണം ചെയ്തുകൊണ്ട്, സാധാരണ സെല്ലുകളെ ആവരണം ചെയ്തുകൊണ്ട് എന്ത് കാണും? പ്ലാസ്മ മെംബ്രെയിൻ കാണും. അതുപോലെ മസിൽ ഫൈബറിനെ ആവരണം ചെയ്തുകൊണ്ട് കാണുന്ന പ്ലാസ്മ മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് സാർക്കോലെമ്മ. അതിനകത്ത് കാണുന്ന പ്രോട്ടോപ്ലാസം, അതിനെ വിളിക്കുന്ന പേരാണ് സാർക്കോപ്ലാസം. മസിൽസിൽ കാണുന്ന
പ്ലാസ്മ മെംബ്രെയിൻ, മസിൽ ഫൈബേഴ്സിൽ കാണുന്ന പ്ലാസ്മ മെംബ്രെയിനെ സാർക്കോലെമ്മ എന്നും മസിൽസിനകത്ത് കാണുന്ന പ്രോട്ടോപ്ലാസത്തിനെ സാർക്കോപ്ലാസം എന്നും വിളിക്കുന്നു. പിക്ചറിൽ നമുക്ക് കാണാം, ഇതൊരു ഫാഷിയ ആണ്, ഫാസിക്കിളാണ്. അപ്പോൾ ഫാസിക്കിൾസിനകത്ത് അനേകം മസിൽ ഫൈബേഴ്സ് കാണും ഇതുപോലെ. അപ്പോൾ ആ മസിൽ ഫൈബേഴ്സിനെ കവർ ചെയ്തുകൊണ്ട് കാണുന്ന പ്ലാസ്മ മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് സാർക്കോലെമ്മ. അപ്പോൾ ഇതിനകത്ത് കാണുന്ന പ്രോട്ടോപ്ലാസത്തിനെ വിളിക്കുന്ന പേരാണ് സാർക്കോപ്ലാസം. സാർക്കോപ്ലാസം. സാർക്കോപ്ലാസം ഓഫ് മസിൽ ഫൈബർ കണ്ടെയ്ൻസ് മെനി ന്യൂക്ലിയൈ. ഒരു മസിൽസിനെ സംബന്ധിച്ച്, മസിൽ ഫൈബറിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ഒരുപാട് സെല്ലുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടായ ഒരു സിംഗിൾ സെല്ലാണ്. അപ്പം അതുകൊണ്ട് ഒരു സിംഗിൾ സെല്ലിനകത്ത് ധാരാളം ന്യൂക്ലിയസ് കാണാം. സാധാരണ ഒരു സെല്ലിൽ ഒരു ന്യൂക്ലിയസേ കാണുള്ളൂ. എന്നാൽ മസിൽ ഫൈബറിൽ ഒന്നിലധികം ന്യൂക്ലിയസുകൾ കാണും. ഒന്നിലധികം ന്യൂക്ലിയസുകൾ കാണുന്ന സെല്ലുകളെ വിളിക്കുന്ന ടേമാണ് സിൻസിഷ്യം. സാർക്കോപ്ലാസം ഓഫ് മസിൽ ഫൈബർ കണ്ടെയ്ൻസ് മെനി ന്യൂക്ലിയൈ. സോ മസിൽ ഫൈബർ ഈസ് എ സിൻസിഷ്യം. മൾട്ടി ന്യൂക്ലിയേറ്റഡ് സെല്ലിനെ വിളിക്കുന്ന ടേമാണ് സിൻസിഷ്യം. അപ്പോൾ മസിൽ ഫൈബർ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സിൻസിഷ്യം. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന പാർട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. സെല്ലിനകത്ത് കാണുന്ന പാർട്ടാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പോൾ മസിൽ ഫൈബറിലും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണും. മസിൽ ഫൈബറിൽ കാണുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ വിളിക്കുന്ന പേരാണ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. മസിൽ ഫൈബറിൽ കാണുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ വിളിക്കുന്ന ടേമാണ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. ആൻഡ് വിച്ച് ഈസ് ദ സ്റ്റോർ ഹൗസ് ഓഫ് കാൽഷ്യം അയോൺസ്. ഇതിനകത്ത് കാൽഷ്യം അയോൺസ്, മസിൽ കോൺട്രാക്ഷന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു മിനറലാണ് കാൽഷ്യം അയോൺ. കാൽഷ്യം അയോണ് ധാരാളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇറ്റ് ഈസ് ദ സ്റ്റോർ ഹൗസ് ഓഫ് കാൽഷ്യം അയോൺസ്. എ ലാർജ് നമ്പർ ഓഫ് parallelly arranged filaments in the sarcoplasm of muscle fiber are called myofilaments or myofibrils. ഒരു മസിൽ ഫൈബറിനെ നമ്മളിങ്ങനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ മസിൽ ഫൈബറിനകത്ത് ഇത് മൊത്തത്തിൽ ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഫാസിക്കിൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഓരോ ഫാസിക്കിൾസിനകത്തും ഇതുപോലെ ധാരാളം മസിൽ ഫൈബേഴ്സ് ഉണ്ട്. ആ ഓരോ മസിൽ ഫൈബറിലും അതും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് മൈന്യൂട്ടായിട്ടുള്ള മയോഫൈബ്രിൽസ് കൊണ്ടാണ്. എ ലാർജ് നമ്പർ ഓഫ് പാരലലി അറേഞ്ച്ഡ് ഫിലമെന്റ്സ്. അതുപോലെ പാരലലി അറേഞ്ച്ഡ് ആണ്, സമാന്തരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ദേ ആർ നോൺ ആസ് മയോഫിലമെന്റ്സ് ഓർ മയോഫൈബ്രിൽസ്. A large number of parallelly arranged filaments in the sarcoplasm of muscle fiber are called myofilaments or myofibrils. Each myofibril has alternate dark and light bands on it. ഒരു മയോഫൈബറിനെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടെ നമ്മളൊന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് ഇതുപോലെ ആൾട്ടർനേറ്റ് ആയിട്ട് ഒന്നിടവിട്ട് ഡാർക്ക് റീജിയൻസും ലൈറ്റ് റീജിയൻസും കാണാൻ സാധിക്കും. ഓരോ മയോഫൈബ്രിലും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈച്ച് മയോഫൈബ്രിൽ ഹാസ് ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ് ഓൺ ഇറ്റ്. കുറേ റീജിയൻസ് നല്ല ലൈറ്റായിട്ട് കാണും, കുറേ റീജിയൻസ് നല്ല ഡാർക്കായിട്ട് കാണും. അപ്പോൾ ഒന്നിടവിട്ട് ഡാർക്കും ലൈറ്റും റീജിയൻസ് മയോഫിലമെൻസിൽ നമുക്ക് കാണാൻ സാധിക്കും. The striated appearance of myofibril is due to the distribution pattern of two important proteins, actin and myosin. ഈ ഒരു ലൈറ്റായിട്ടും ഡാർക്കായിട്ടും കാണാനുള്ള കാരണം ഈ ഭാഗത്ത് കാണുന്ന പ്രോട്ടീനിൻ്റെ പ്രത്യേകതയാണ്. രണ്ട് ടൈപ്പ് പ്രോട്ടീൻസ് ഈ ഭാഗത്ത് കാണുന്നുണ്ട്. ഈ ഭാഗത്ത് ലൈറ്റ് റീജിയൻസിൽ കാണുന്ന പ്രോട്ടീനാണ് ആക്റ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. അതുപോലെ ഡാർക്ക് റീജിയനിൽ കാണുന്ന പ്രോട്ടീനാണ് മയോസിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. അപ്പോൾ ആക്റ്റിൻ എന്നും മയോസിൻ എന്നും പറയുന്ന ഈ രണ്ട് പ്രോട്ടീനാണ് ഈ സ്കെലിറ്റൽ മസിൽ ഫൈബേഴ്സിന് ഒരു സ്ട്രയേറ്റഡ് അപ്പിയറൻസ്, വരകൾ കാണുന്നത് പോലത്തെ ഒരു അപ്പിയറൻസ് വരാൻ കാരണമെന്ന് പറയുന്നത് ആക്റ്റിൻ മയോസിൻ പ്രോട്ടീൻസിൻ്റെ പ്രസൻസ് ആണ്. പിക്ചറിൽ നമുക്കിവിടെ കാണാം. ഈ രീതിയിൽ ഇവിടെ ഡാർക്കായിട്ടുള്ള റീജിയൻസ് കാണുന്നുണ്ട്,
ലൈറ്റ് ആയിട്ടുള്ള റീജിയൻസ് കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്കും ലൈറ്റും റീജിയൻസ് കാണുന്നുണ്ട്. അങ്ങനെ കാണാനുള്ള കാരണം ഈ രണ്ട് പ്രോട്ടീനിൻ്റെ പ്രസൻസ് ആണ്. ആക്റ്റിൻ എന്നും മയോസിൻ എന്നും പേരുള്ള രണ്ട് പ്രോട്ടീൻസിൻ്റെ പ്രസൻസ് ആണ്. The light band contains actin and is called I band or isotropic band. ലൈറ്റ് ആയിട്ട് കാണുന്ന ഈ റീജിയനിൽ ആക്റ്റിൻ പ്രോട്ടീൻ ആണ് കാണുന്നത്. ആൻഡ് ഈസ് കാൾഡ് ഐ ബാൻഡ് ഓർ അതർവൈസ് ഐസോട്രോപിക് ബാൻഡ്. ഐ ബാൻഡ് അല്ലെങ്കിൽ ഐസോട്രോപിക് ബാൻഡ് എന്നാണ് വിളിക്കുക. ലൈറ്റായിട്ട് കാണുന്ന റീജിയൻസിനെയാണ് ഐ ബാൻഡ് അല്ലെങ്കിൽ ഐസോട്രോപിക് ബാൻഡ് എന്ന് വിളിക്കുക. ദ ഡാർക്ക് ബാൻഡ് ഈസ് കാൾഡ് എ ബാൻഡ്. ഡാർക്കായിട്ട് കാണുന്ന റീജിയനെ എന്ത് പേരിൽ വിളിക്കുന്നു? എ ബാൻഡ് ഓർ അനൈസോട്രോപിക് ബാൻഡ് വിച്ച് കണ്ടെയ്ൻസ് മയോസിൻ. ഇപ്പോൾ ലൈറ്റായിട്ട് കാണുന്ന ഈ റീജിയനെ ഐ ബാൻഡ് എന്ന് വിളിക്കുന്നു. ഐ ബാൻഡിൽ കാണുന്ന പ്രോട്ടീനാണ് ആക്റ്റിൻ. ഇനി ഡാർക്ക് റീജിയൻസിനെയാണ് എ ബാൻഡ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ അനൈസോട്രോപിക് ബാൻഡ് എന്ന് വിളിക്കുന്നത്. അവിടെ പ്രധാനമായിട്ടും കാണുന്ന പ്രോട്ടീനാണ് മയോസിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. ബോത്ത് ദ പ്രോട്ടീൻസ് ആർ അറേഞ്ച്ഡ് ആസ് റോഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. ഈ പ്രോട്ടീൻസ് ഇങ്ങനെ റോഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പാരലൽ ടു ഈച്ച് അതർ, ഒന്നിന് സമാന്തരമായിട്ടാണ് അടുത്തത് കാണുന്നത്. ആൻഡ് ആൾസോ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ഓഫ് ദ മയോഫൈബ്രിൽ. മയോഫൈബ്രിലിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിനും പാരലായിട്ടാണ് കാണുന്നത്. ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ആർ തിന്നർ ആസ് കമ്പയർഡ് ടു ദ മയോസിൻ ഫിലമെൻറ്റ്സ്. ഈ രണ്ട് ഫിലമെൻറ്റ്സിൻ്റെയും കട്ടി, തിക്നെസ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ആക്റ്റിൻ ഫിലമെൻറ്റ്സിന് കട്ടി കുറവാണ്, തിക്നെസ് കുറവാണ്. എന്നാൽ മയോസിൻ ഫിലമെൻറ്റ്സിന് തിക്നെസ് കൂടുതലാണ്. ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ആർ തിന്നർ ഫിലമെൻറ്റ്സ് ആണ്. മയോസിൻ ഫിലമെൻറ്റ്സ് ആർ തിക്കർ ഫിലമെൻറ്റ്സ്. The elastic fiber in the center of I band which bisects it is known as Z line. ഇവിടെ നമുക്ക് ഐ ബാൻഡിൻ്റെ നടുവിലായിട്ട് ഒരു ഇലാസ്റ്റിക് ഫൈബർ കാണാൻ സാധിക്കും. ഈ കാണുന്ന ഒരു ഡാർക്ക് ലൈൻ പോലെ കാണുന്ന പാർട്ട്, ആ ലൈനിനെ വിളിക്കുന്ന പേരാണ് ഇസഡ് ലൈൻ എന്ന് വിളിക്കുക. ഐ ബാൻഡിൻ്റെ നടുവിലായിട്ട് കാണുന്ന ലൈൻ, അതിനെയാണ് വിളിക്കുന്ന പേര് ഇസഡ് ലൈൻ. അപ്പോൾ ഇതൊരു ഐ ബാൻഡാണ്. ഐ ബാൻഡിൻ്റെ നടുവിലായിട്ട് ഇസഡ് ലൈൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. തിൻ ഫൈബ്രസ് മെംബ്രെയിൻ ഫൗണ്ട് ഇൻ ദ മിഡിൽ ഓഫ് എ ബാൻഡ്. അതുപോലത്തെ ഒരു മെംബ്രെയിൻ നമുക്കിവിടെ എ ബാൻഡിൻ്റെ നടുവിലും കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ നമുക്ക് ആ ലൈനിനെ വിളിക്കുന്ന പേരാണ് എം ലൈൻ. ഐ ബാൻഡിൻ്റെ നടുവിൽ കാണുന്നതാണ് ഇസഡ് ലൈൻ, എ ബാൻഡിൻ്റെ നടുവിൽ കാണുന്നതാണ് എം ലൈൻ. പിക്ചറിൽ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാം. ഇവിടെ ഈ കാണുന്നതാണ് ഇസഡ് ലൈൻ, ഇവിടെ ഈ കാണുന്നതാണ് എം ലൈൻ. ഇവിടെ പിക്ചറിൽ നമുക്ക് കാണാം. The A and I bands are arranged alternately throughout the length of myofibril. The portion of the myofibril between two successive Z lines is considered as the functional unit of contraction and is called sarcomere. ഇവിടെ നോക്കൂ, ഇവിടെ ഇതൊരു എ ബാൻഡാണ്. എ ബാൻഡിൻ്റെ നടുവിലൊരു ഇസഡ് ലൈനുണ്ട്. ഇത് ഐ ബാൻഡാണ്. ഐ ബാൻഡിൻ്റെ നടുവിലൊരു ഇസഡ് ലൈനുണ്ട്. ഇത് എ ബാൻഡാണ്. ഇത് വീണ്ടും അടുത്ത ഐ ബാൻഡാണ്. ഇത് അടുത്ത ഇസഡ് ലൈൻ. അപ്പോൾ അടുത്തടുത്തുള്ള രണ്ട് ഇസഡ് ലൈൻ തങ്ങളിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ പോർഷൻ, അതിനെയാണ് വിളിക്കുന്ന പേര് സാർക്കോമിയർ. ദ പോർഷൻ ഓഫ് ദ മയോഫൈബ്രിൽ ബിറ്റ്വീൻ ടു സക്സസീവ് ഇസഡ് ലൈൻസ്. രണ്ട് ഇസഡ് ലൈനുകൾക്കിടയിലുള്ള മയോഫൈബ്രിലിൻ്റെ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് സാർക്കോമിയർ. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കോൺട്രാക്ഷൻ. കോൺട്രാക്ഷൻ്റെ അടിസ്ഥാന യൂണിറ്റായിട്ട് നമ്മളിവിടെ കണക്കാക്കുന്നത് സാർക്കോമിയറിനെയാണ്. എന്താണ് സാർക്കോമിയർ? രണ്ട് ഇസഡ് ലൈനുകൾക്കിടയിലുള്ള ഫൈബ്രിലിൻ്റെ മയോഫൈബ്രിലിൻ്റെ പാർട്ടിനെയാണ് സാർക്കോമിയർ എന്ന് വിളിക്കുന്നത്.
The portion of the myofibril between two successive Z line is called sarcomere and it is considered as the functional unit of contraction. ഇനി എന്താ H zone എന്ന് നോക്കാം. In a resting state, the edges of thin filaments on either side of the thick filaments partially overlap. പിക്ചറിൽ നോക്കിയാൽ നമുക്ക് കാണാം ഇത് ഐ ബാൻഡ് ആണ്. ഐ ബാൻഡിൻ്റെ ഫിലമെൻറ്റ്സ് തിൻ ഫിലമെൻറ്റ്സ് ആണ്. ഇത് മറ്റൊരു ഐ ബാൻഡ് ആണ്, അതിൻ്റെ തിൻ ഫിലമെൻറ്റ്സ്. ഇത് എ ബാൻഡ് ആണ്, തിക്ക് ഫിലമെൻറ്റ്സ് ആണ്. ഐ ബാൻഡിൽ വരുന്ന ആക്റ്റിൻ ഫിലമെൻറ്റ്സ് എ ബാൻഡിൽ വരുന്ന മയോസിൻ ഫിലമെൻറ്റ്സിനെ റെസ്റ്റിംഗ് സ്റ്റേജിൽ, മസിൽ റെസ്റ്റിംഗ് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ഇതിനെ പാർഷ്യലി ഓവർലാപ്പ് ചെയ്ത് കാണും. The edges of the thin filaments on either side of the thick filaments partially overlap. The free ends of the thick filaments leaving the central part of the thick filaments. Central part le overlapping ഉണ്ടാവില്ല. ആ ഓവർലാപ്പിംഗ് ഇല്ലാത്ത സെൻട്രൽ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് H zone. The central part of the thick filament not overlapped by thin filaments is called the H zone. ആ ഏരിയയെ വിളിക്കുന്ന പേര് ആക്റ്റിൻ ഫിലമെൻറ്റ്സ് മയോസിൻ ഫിലമെൻറ്റ്സിൻ്റെ ഓവർലാപ്പ് ചെയ്യാതെ എ ബാൻഡിൽ കാണുന്ന, നടുവിൽ കാണുന്ന ആ റീജിയനെ വിളിക്കുന്ന പേരാണ് H zone. H zone നമുക്കിവിടെ കാണാം. ഇവിടെ ഐ ബാൻഡ് ഇവിടെ ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്, ഇവിടെയും ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. എന്നാൽ ഈ ഭാഗത്തൂടെ ഓവർലാപ്പിംഗ് ഇല്ല. ഓവർലാപ്പിംഗ് ഇല്ലാതെ കാണുന്ന ഈ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് H zone. H zoneന്റെ നടുവിലുള്ള ലൈനാണ് M line. The central part of thick filament not overlapped by thin filament is called the H zone. അപ്പോൾ മയോഫൈബ്രിലിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു മയോഫൈബ്രിലിനെ സംബന്ധിച്ചിടത്തോളം ആൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്കും ലൈറ്റും ബാൻഡ്സുകൾ ഒന്നിടവിട്ട് വരും. ലൈറ്റ് ബാൻഡ്സിനെ ഐ ബാൻഡ് എന്ന് വിളിക്കുന്നു, ഡാർക്ക് ബാൻഡിനെ എ ബാൻഡ് എന്ന് വിളിക്കുന്നു. ഇനി ഐ ബാൻഡിൻ്റെ നടുവിൽ കൂടെയുള്ള ലൈനിനെ വിളിക്കുന്ന പേരാണ് ഇസഡ് ലൈൻ. എ ബാൻഡിൻ്റെ നടുവിൽ കൂടെയുള്ള ലൈനിനെ വിളിക്കുന്ന പേരാണ് എം ലൈൻ. അടുത്തടുത്തുള്ള രണ്ട് ഇസഡ് ലൈനിൽ ഇടയ്ക്കുള്ള പോർഷനെ വിളിക്കുന്ന പേരാണ് സാർക്കോമിയർ. ഇവിടെ എ ബാൻഡിൽ ഐ ബാൻഡ് ഓവർലാപ്പ് ചെയ്യാതെ കാണുന്ന റീജിയനെ വിളിക്കുന്ന പേരാണ് H zone. For video lessons, please subscribe TLP's biology classes. Thank you.